ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേ ബിൽഡ് എ വെരി സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് വിത്ത് ദ ഓഡിയൻസ്. അതായത് നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റൽ റിലേഷൻഷിപ്പ് ഇവരുണ്ടാക്കിയെടുക്കും. നമ്മൾ വിചാരിക്കും അവർ നമ്മുടെ വീട്ടിലൊരു കുട്ടിയാണ്, അത് മാതിരി നമുക്കങ്ങ് തോന്നിപ്പോവും. പലരും അവർ പറയുന്നതൊക്കെ ബ്ലൈൻഡ്ലി അങ്ങ് വിശ്വസിച്ച് പോകും. നമ്മൾ വിചാരിക്കും ഇവർ പറയുന്നതൊക്കെ 100% അല്ലെങ്കിൽ 101% നേരാണെന്നങ്ങ് വിചാരിക്കും. പക്ഷേ ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ട്രസ്റ്റിൻ്റെയും ഈ ഇമോഷണൽ ബോണ്ടിൻ്റെയും ഇടയിലൂടെ ഇവർ പലതും ചെയ്യും, നമ്മളറിയത്തില്ല. പതുക്കെ വലിയ വലിയ പെയ്ഡ് പ്രൊമോഷൻസ് ഇവർ തിരികെ കയറ്റും. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇവരുടെ ഈ വലയിലങ്ങ് വീണു പോകും. അപ്പം ഇതിൽ വീണു പോകുന്ന പാവം സബ്സ്ക്രൈബേഴ്സിന് വലിയ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ വരുന്നത്, നമ്മൾ അറിയാതെ അങ്ങ് പറ്റിപ്പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കാര്യമാണ്. അത് പറഞ്ഞു വരുന്നത് നമ്മുടെ നടിയും കൂടിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ശ്രീവിദ്യ മുല്ലശ്ശേരി. അവർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു ട്രേഡിംഗ് ആപ്പിൻ്റെ പരസ്യം ചെയ്തിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കുറച്ച് മുന്നേ ആണത്. what she did is she literally presented it as a വിഷു കൈനീട്ടം, for her subscribers. അങ്ങനെ പറഞ്ഞിട്ട് അവർ ചെയ്തത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു വിഷു കൈനീട്ടമാണ് ഈ ആപ്പാണ് അവർ പ്രൊമോട്ട് ചെയ്തത്. അപ്പം അവർക്ക് നേരിട്ട് വന്ന് കൈനീട്ടം തരാൻ പറ്റാത്തതുകൊണ്ട് ഫോണിലൊരു അപ്പ് ഓർ ഡൗൺ പ്രിഡിക്റ്റ് ചെയ്താൽ മാത്രം മതി കാശ് ഡബിളാക്കാം. ഞാൻ നിങ്ങൾക്ക് തരുന്ന വിഷു കൈനീട്ടമാണ്, ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഫോണിൽ അപ്പ് ഓർ ഡൗൺ ആരോ വെച്ചിട്ട് എമൗണ്ട് മുകളിലോട്ട് പോവോ താഴോട്ട് പോവോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് ഗാംബ്ലിങ്. അപ്പോൾ അത് കാശ് ഡബിളാക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി തള്ളി മറിച്ചത്. അപ്പോൾ ഇവർക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളിലൊന്നും ഒരു എക്സ്പീരിയൻസോ അതോ സെബി രജിസ്ട്രേഷനോ ഒന്നുമില്ല. വെറുതെ ഇവർക്ക് ആരോ പറഞ്ഞു, ഓക്കെ ഈ ആപ്പുകാർ ഇവരോട് പറഞ്ഞു, ഓക്കെ നിങ്ങളിത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടും. അവർക്കത് ഓഫർ ചെയ്തു. അപ്പം അതിൻ്റെ പിന്നിലെ റിസ്ക് എന്താണെന്ന് പോലും നോക്കാതെ വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ബൈനറി ട്രേഡിംഗ് ആപ്പാണ് ഇവർ കൊണ്ടുപോയി സാധാരണക്കാരായ പാവങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത്. അപ്പോൾ ഇവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, ഇവർ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ഇവർ പറയുന്നത് കറക്റ്റായിരിക്കും. മേ ബി ഷീ ഈസ് ഓൾസോ യൂസിങ് ഇറ്റ് എന്ന് വിചാരിച്ചിട്ട് ഇവർ ഇത് യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇഫ് ഷീ ഈസ് യൂസിങ് ഇറ്റ് ദെൻ വൈ നോട്ട് മീ, അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തു പോകും. അങ്ങനെയാണിത് ഒരാൾക്ക് പണി കിട്ടിയത്. അതെന്തുവാ നമുക്ക് നോക്കാം. അപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവർ ചെയ്ത വീഡിയോ കണ്ടിട്ട് തങ്ങളുടെ പ്രിയപ്പെട്ട താരം പറഞ്ഞതല്ലേ എന്ന് വിശ്വസിച്ച് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഒരു പാവം സബ്സ്ക്രൈബർ ഇവരുടെ ഈ വീഡിയോ കണ്ട ആൾ പോയിട്ട് ഈ ആപ്പിലിട്ടത് 1,03,000 രൂപയാണ്. ഗെസ് വാട്ട്, എവറിത്തിങ് വാനിഷ്ഡ് ആൻഡ് തിൻ എയർ. ഇട്ട കാശ് ഒട്ടും ഇല്ലാതെ അതങ്ങ് വായുവിൽ പോയി. മൊത്തം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അത് തിരിച്ച് പിൻവലിക്കാൻ നോക്കിയപ്പോൾ ആപ്പിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. ബിക്കോസ് ഇറ്റ്സ് എ ട്രേഡിംഗ് ആപ്പ്. വൺസ് യു ഇൻവെസ്റ്റഡ് ഇറ്റ് ഗോസ്. if it's because it's an app and if you don't know how to do it, നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ it will disappear. That's how it works. ചതി മനസ്സിലാക്കിയ പുള്ളി ഈ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. അതായത് ഈ പറയുന്ന ആപ്പിന് ഇന്ത്യയിൽ ഒരു ഒഫീഷ്യൽ അഡ്രസ്സ് ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചതി. ഇറ്റ്സ് ലൈക്ക് there are many trading apps. If you know how to trade, നിങ്ങൾക്ക് ട്രേഡിങ് എങ്ങനെ ചെയ്യണം എന്ന് അറിയുന്നുണ്ടെങ്കിൽ you can play around with it and you can possibly make money. പക്ഷേ you need to know how to trade. ഇതിപ്പോൾ അറിഞ്ഞൂടാത്ത ഒരാൾക്ക് ചുമ്മാ ഒരു ഗാംബ്ലിങ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാശ് മുഴുവൻ പോയി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആപ്പിന് ഇന്ത്യയിലൊരു ഒഫീഷ്യൽ അഡ്രസ്സ് ഇല്ല. ആർക്കെതിരെ കേസ് കൊടുക്കും, ആരെ പോയി ചോദ്യം ചെയ്യും, ഒരു പിടിയില്ല. ഒടുവിൽ വേറെ വഴിയില്ലാതെ തന്നെ ഇതിലേക്ക് വഴിതിരിച്ചു വിട്ട ഈ ഇൻഫ്ലുവൻസർ, അതായത് ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് എതിരെ പുള്ളി കാസർഗോഡ് ഉപഭോക്തൃ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതിയിൽ കേസ് വന്നപ്പോൾ ശ്രീവിദ്യയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മറുപടിയും കിട്ടിയില്ല. ഒടുവിൽ രേഖകളെല്ലാം ഇവർ പരിശോധിച്ചപ്പോൾ, അതായത് കോടതി പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത് ആളുകളെ പൂർണ്ണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. അതായത് ഇത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. അതിനൊരു നിയമത്തിൻ്റെ ഒരു ബേസും ഇല്ല.
സ്വന്തമായി യാതൊരു ആധികാരികതയും ഇല്ലാത്ത ഒരു സർവീസിനെ പെയ്ഡ് പ്രൊമോഷനാണെന്ന് വെളിപ്പെടുത്താതെയാണ് പുള്ളിക്കാരി ഇത് ചെയ്തത്. അങ്ങനെയാണ് പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്തത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൈം എന്ന് പറയുന്നത്. അത് വലിയ തെറ്റാണെന്ന് കോടതി പറയുകയും ചെയ്തു. കോടതി വിധി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ പരാതിക്കാരന് നഷ്ടപ്പെട്ട 1,03,000 രൂപ 9% പലിശ സഹിതം പുള്ളിക്കാരി സ്വന്തം പോക്കറ്റിൽ നിന്ന് തിരിച്ചു കൊടുക്കണം. ഷി ഹാസ് ടു പേ ഫ്രം ഹർ ഓൺ പോക്കറ്റ്. അത് കൂടാതെ പുള്ളിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഹി വാസ് ട്രോമറ്റൈസ്ഡ് ബിക്കോസ് ഹി ലോസ്റ്റ്. ഇപ്പം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം 1,03,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിന് പുള്ളിക്ക് 50,000 രൂപ നഷ്ടപരിഹാരവും കൊടുക്കണം. പിന്നെ കോടതി ചെലവിലേക്ക് ഒരു 5,000 രൂപ വേറെയും നൽകണമെന്ന് പറഞ്ഞിട്ട് കോടതി വിധിച്ചു. ഇതിനെതിരെ ഇവർ സ്റ്റേറ്റ് കമ്മീഷനിൽ അപ്പീലിനൊക്കെ പോയെങ്കിലും കോടതി അവിടെയുള്ള ആ കള്ളവാദങ്ങളെല്ലാം പൊളിച്ച് പൂർണ്ണമായി അപ്പീൽ തള്ളിക്കളയുക ചെയ്തത്. നൗ ഹിയർ കംസ് ദ മോസ്റ്റ് ഷോക്കിംഗ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. അതായത് ഈ വിധി വന്നിട്ടും തുക ഒന്നും നൽകാത്തതിനെ തുടർന്ന് കോടതി ഇവർക്കെതിരെ ഒരു നോൺ ബെയിലബിൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജാമ്യം ലഭിക്കാത്ത അറസ്റ്റ് വാറണ്ട്. ഏപ്രിൽ മാസത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഉത്തരവിട്ടതാണ് ഏപ്രിൽ മാസത്തിൽ. ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ഇപ്പോൾ ജൂലൈ പകുതിയായി. ഇതുവരെ ഒരു അനക്കവും ഇല്ല. പോലീസ് ഇതുവരെ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇവർക്കാണെങ്കിൽ യാതൊരു കൂസലുമില്ല. She is literally chilling in the Gulf, hopping from one luxury spot to another and posting smiling pictures on Instagram as if nothing has happened. അങ്ങനെയാണ് പുള്ളിക്കാരി ഇപ്പം ഗൾഫിൽ ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. ഒരു ടൂറിലാണ് പുള്ളിക്കാരി, ഹോളിഡേ ആണ്. അപ്പം സാധാരണക്കാരൻ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പിടികൂടാൻ കാണിക്കുന്ന ആവേശം ഈ നിയമം കയ്യിലെടുത്ത് ഇങ്ങനെ സെലിബ്രിറ്റീസ് നടക്കുമ്പോൾ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ അല്ലേ? ഇതിലെ ഏറ്റവും വലിയ കോമഡിയും ഐറണി എന്താണെന്ന് വെച്ചാൽ, കുറേ കാലം മുൻപ് ഇവരുടെ ചാനലിൽ എന്തോ ഒരു തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചില റിയാക്ഷൻ വീഡിയോസ് ഇടുന്നവർ യൂട്യൂബിൽ വിമർശിച്ചപ്പോൾ ഇവരും ഇവരുടെ ഹസ്ബൻഡും കൂടെ വന്നിട്ട് ഒരു വലിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തംബ്നെയിൽ എന്തായിരുന്നു വെച്ചാൽ, മറ്റുള്ളവരെ വിറ്റ് ജീവിക്കുന്ന പാരസൈറ്റ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇട്ടിരുന്നത്. അതായത് റിയാക്ഷൻ ചെയ്യുന്നവരൊക്കെ ഇവരെ യൂസ് ചെയ്ത് ജീവിക്കുന്ന പാരസൈറ്റ്സ് ആണെന്നാണ് അവർ പറയുന്നത്. ബട്ട് നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ റിയാലിറ്റി ടുഡേ. സ്വന്തം ആഡംബര ജീവിതം ഇവർക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലോകം മുഴുവൻ ഇങ്ങനെ ടൂറടിച്ച് നടക്കാൻ വേണ്ടി, ലക്ഷറി ലൈഫ് ആസ്വദിക്കാനും വേണ്ടി അങ്ങനെ വിശ്വസിക്കുന്ന പാവപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ പച്ചയ്ക്ക് ചതി കുഴി ചാടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരെ വിശ്വസിച്ച് ഇവർ പറയുന്നതൊക്കെ ഓക്കെ സത്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവർ പറയുന്ന ആപ്പ് യൂസ് ചെയ്തിട്ട് ഇവരുടെ ലക്ഷങ്ങൾ നഷ്ടം വരുന്ന സിറ്റുവേഷനാണ്. അപ്പം ആരാണ് ശരിക്കും പാരസൈറ്റ്സ് എന്ന് പറയുന്നത്? റിയാക്ഷൻ വ്ളോഗേഴ്സ് ആണോ? ഇവർ പാവപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ യൂസ് ചെയ്ത് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരാണോ പാരസൈറ്റ്സ്? ഇതുവരെ എനിക്ക് തോന്നുന്നില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സ് ആരും ഇതുവരെ അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനടുത്ത് പറഞ്ഞിട്ട് ഇതുപോലെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ട് അങ്ങനെ കാശ് അടിച്ചുകൊണ്ട് പോകുന്ന മോഹന വാഗ്ദാനങ്ങളൊന്നും ആരും നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിലില്ല. സ്വന്തം ലാഭത്തിന് വേണ്ടി എന്തും പ്രൊമോട്ട് ചെയ്യുന്ന ഇത്തരം ആളുകളാണ്, ഒരുപാട് പേരുണ്ട്, നമുക്കറിയാം. അവരാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് അതായത് സബ്സ്ക്രൈബേഴ്സ് പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. ഇത്തരം ലൈഫ് സ്റ്റൈല്, അതുപോലെ തന്നെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒരു ക്രീം തേക്കുന്നതോ അല്ലെങ്കിൽ അവരൊരു റിസോർട്ടിൽ പോകുന്നതോ ഒന്നും കാണിക്കുന്ന പോലെ എളുപ്പമല്ല ഫൈനാൻഷ്യൽ കാര്യങ്ങൾ. അതായത് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് റിക്വയർ ജെന്യുവിൻ എക്സ്പെർട്ട് അഡ്വൈസ്. നിങ്ങൾക്ക് അറിയണം അതെന്താ സംഭവം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നൊക്കെ. There are a lot of financial educational channels. അതൊക്കെ കണ്ടാൽ അറിയാം എന്തുമാത്രം എഫേർട്സ് you have to put in to make something work. നിങ്ങൾക്ക് അറിയണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള. ട്രേഡിങ് ആപ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ട്രേഡിങ് you need to have thorough knowledge how to do it. അപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും കഥ പറയുന്ന പോലെ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലക്ഷങ്ങൾ കൊണ്ടുപോയി കളയാതിരിക്കുക. ഇൻഫ്ലുവൻസേഴ്സിന് അവരൊന്നും യൂസ് ചെയ്യുന്ന ആപ്പൊന്നും ആയിരിക്കത്തില്ല ഇത്. അവർ they are just getting paid for promoting it and then
അവർക്ക് അറിയത്തില്ല അതിൻ്റെ ABCD. ദേ ജസ്റ്റ് സെയിങ് ഓക്കെ യു ക്യാൻ മേക്ക് മണി യൂസിങ് ദിസ് ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ജസ്റ്റ് ട്രൈങ് ടു എക്സ്പ്ലോയിറ്റ് ദർ സബ്സ്ക്രൈബർ ബേസ്. ഒരു കൊമേഴ്സ് പ്രിൻസിപ്പിളുണ്ട്, ബയർ ബിവെയർ എന്ന് പറയും. അതായത് വാങ്ങുന്നവൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ചതിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരും, പക്ഷെ വീഴാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നിങ്ങളുടെ കൃത്യമായ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.